നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട് വരെ. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകം. ആഘോഷങ്ങൾക്കൊരുങ്ങി സംസ്ഥാനം. കൊച്ചിയിലും തിരുവനന്തപുരത്തും കനത്ത സുരക്ഷ. 12 മണിയോടെ ബീച്ചിലുള്ളവരെ ഒഴിപ്പിക്കുമെന്ന് പോലീസ്. LDF-ന് തലവേദനയായി ആന്റണി രാജു, ഗണേഷ് കുമാർ വാക്പോര്. ആരോപണത്തിൽ ഉറച്ച് ആന്റണി രാജു. തർക്കത്തിൽ നേതൃത്വം ഇടപെടാൻ സാധ്യത. CPM-ന്റെ ലീഗ് പ്രേമത്തെ തള്ളി ബിനോയ് വിശ്വം. പ്രചാരണം ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ. CPI-യും CPM-ഉം ഒന്നിക്കണം. പരാജയപ്പെട്ട ആശയഗതിയാണ് മാവോയിസമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ഫണ്ട് വിവാദത്തിൽ മറുപടിയുമായി ഗോപിനാഥ് മുതുകാട്. കേരളത്തിൽ നിന്നല്ല, ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം വിമർശനങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിനെ എടുക്കുന്നേയില്ല, അതൊരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാ ഇടപാടുകളും സുതാര്യം. പിന്നിൽ പുറത്തുപോയവരെന്നും മുതുകാട്. പ്രതികരണം Q18-ൽ. ആരോപണങ്ങളിൽ ഉറച്ച് പരാതിക്കാർ. പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പെൺമക്കൾ പരുക്കുകളോടെ ചികിത്സയിൽ. മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കുതിരാനിൽ വാഹനാപകടത്തിൽ ഒരു മരണം. വാർത്തയിൽ ഇന്ന് വിശദമായി. പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 2024-ലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചുവെങ്കിലും എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം ഒരേ സമയമല്ല ആരംഭിക്കുക. വലിയ പ്രതീക്ഷകളോടെയാണ് ലോകമെമ്പാടുമുള്ളവർ 2024-നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ലേക്കുള്ള കൗണ്ട് ഡൗൺ അവസാന ലാപ്പിലാണെങ്കിലും ഒരേ സമയം ലോകമൊന്നടങ്കം പുതുവർഷത്തിലേക്ക് നീങ്ങില്ല. ഭൂമിയുടെ സമയമേഖലയിലെ വ്യത്യാസം മൂലം ചില രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വളരെ നേരത്തെയും ചില രാജ്യങ്ങൾ വളരെ വൈകിയും പുതുവത്സരം ആഘോഷിക്കും. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളും ജനുവരി 1 പുതുവർഷാരംഭമായി കണക്കാക്കുന്നത്. ഓസിയാനിയാണ് ആദ്യം പുതുവത്സരം ആഘോഷിക്കുന്ന സ്ഥലം. ചെറിയ പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കരീബത്തി എന്നിവയാണ് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങൾ. ഗ്രീൻവിച്ച് മീൻ ടൈം അനുസരിച്ച് ഡിസംബർ 31-ന് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 തന്നെ ഇവിടെ അടുത്ത വർഷമെത്തും. അതിനുശേഷമാണ് മറ്റ് ലോകരാജ്യങ്ങൾ പുതുവത്സരം ആഘോഷിക്കുക. ന്യൂസിലൻഡാണ് ആദ്യം പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യം. ഏകദേശം ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും ന്യൂസിലൻഡ് നഗരം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ഓസ്ട്രേലിയ പുതുവർഷം ആഘോഷിക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:30 ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നിവിടങ്ങളിൽ പുതുവർഷം തുടങ്ങിയിരിക്കും. ചൈന, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 പുതുവർഷമെത്തും. ഇവയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യക്ക് മുന്നേ പുതുവർഷം ആഘോഷിക്കും. അങ്ങനെ ഓരോ ലോകരാജ്യങ്ങളും കടന്ന് അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമീപമുള്ള ജനവാസമില്ലാത്ത ദ്വീപുകളായ ഫൗളൻഡിലും ബേക്കർ ഐലൻഡിലുമാണ്. നമ്മൾ ഇന്ത്യയിലിരുന്ന് പുതുവർഷം ആഘോഷിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇന്ത്യൻ സമയം ജനുവരി 1-ന് വൈകുന്നേരം 5:30 മാത്രമേ ഇവിടെ പുതുവർഷമെത്തൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുതുവത്സരാഘോഷങ്ങൾക്കായി സംസ്ഥാനവും ഒരുങ്ങിക്കഴിഞ്ഞു. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് കൊച്ചിയും തിരുവനന്തപുരവും. കുസാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പപ്പാഞ്ഞി കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ 7 മണിവരെ മാത്രമാകും പൊതുജനങ്ങൾക്ക് പ്രവേശനം. നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നവമി ദിനേശും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങളുമായി ചേരുക. ആദ്യം നവമിയിലേക്ക്. നവമി, ഫോർട്ട് കൊച്ചി കർശന സുരക്ഷാ വലയത്തിലാണ്. കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഫോർട്ട് കൊച്ചിക്കാര് വരുന്ന വിദേശികളായാലും ഈ കാഴ്ച കാണാൻ വരുന്നവരെല്ലാം പല രീതിയിലാണ് രസിപ്പിക്കുന്നത്. അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ പ്രേക്ഷകർക്കായി കാണിച്ചു തരികയാണ്. ഒരു ക്രിസ്മസ് പപ്പയാണ് എന്നോടൊപ്പം ഉള്ളത്.
ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമൊക്കെ ഇട്ട് വയലിനൊക്കെ പിടിച്ച് ഇവിടെ ആൾക്കാരെ രസിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മൾ സന്തോഷിപ്പിക്കണം. പുതിയ വർഷമാണ്, പുതിയ കൊല്ലമാണ്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കണേണ്. 31-ാം തീയതി രാവിലെ ഇറങ്ങിയേക്കണേണ്. രാത്രി ആകുമ്പോൾ ഇല്ല. എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. നാളെ കാർണിവലും ഇറങ്ങും. കൊച്ചിൻ കാർണിവൽ ഒരു പുതിയ വേഷമായിട്ട് നമ്മൾ കാണികളെ ആകർഷിപ്പിക്കാൻ ഇറങ്ങുന്നതാണ്. എന്താ ക്രിസ്മസ് പപ്പയുടെ പേരെന്താ? അക്ഷയ് ആന്റണി. എവിടുത്തെ കൊച്ചിക്കാരൻ തന്നെ. തോപ്പുംപടി, കൊച്ചി തോപ്പുംപടി. എന്താ ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനുണ്ടായ കാര്യം? ഇപ്പോഴും ഒരു എല്ലാവരും സ്റ്റാൻഡ് ആയിട്ട് ഇറങ്ങുള്ളൂ. അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്തോളൂ. അപ്പൊ വയലിനാകുമ്പോ എല്ലാവർക്കും ഒന്നും കൂടി ഒന്ന് ത്രില്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വയലിനായിട്ട് ഇറങ്ങിയേക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷത്തിലാണ് അക്ഷയ് എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ളവരെല്ലാവരും വന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോർട്ട് കൊച്ചി എല്ലാവിധത്തിലും പുതിയൊരു വർഷത്തെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഡാൻ ഗുരൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുക? ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രധാനമായും? എൽദോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ഹവ ബീച്ചിലാണ്. ഹവ ബീച്ചിൽ അല്പസമയം കൂടി കഴിയുമ്പോൾ ഇതായിരിക്കില്ല കാഴ്ച. കാരണം ഇപ്പോൾ തന്നെ ഈ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് പൊള്ളുന്ന ചൂടാണ്. ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ തിരമാലകളിൽ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്ക് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം എണ്ണം കൂടും. കാരണം കോവളം ബീച്ചിൽ പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ പോലീസിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരുവനന്തപുരം നഗരത്തിലും മറ്റ് സ്ഥലങ്ങളിലുമായി സുരക്ഷാ വിന്യാസത്തിന്റെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായി DJ പാർട്ടികൾ അടക്കം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലീസിന്റെ കൃത്യമായ പരിശോധനകളുണ്ട്. എവിടെയൊക്കെയാണ് DJ പാർട്ടികൾ നടത്തുന്നത് എന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശവും കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മാനവീയം വീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന നൈറ്റ് ലൈഫ് നടക്കുന്ന മാനവീയം വീതിയിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ പല സമയങ്ങളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യങ്ങളിൽ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനവിടെ കർശനമായ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി 12 മണി വരെ മാത്രമേ ഈ ബീച്ചിലടക്കം ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. 12 മണിക്ക് ശേഷം ഇവിടെ ആരെയും തങ്ങാൻ അനുവദിക്കുകയില്ല എന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായ നിയന്ത്രണങ്ങൾ, അതായത് മയക്കുമരുന്നിൻ്റെ അടക്കം ഉപയോഗം ഉണ്ടാകാനുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. വിനോദസഞ്ചാര മേഖലകളിൽ, ഹോട്ടലുകൾ, റിസോർട്ടുകളിൽ, അവിടങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്തുന്ന ആളുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണമെന്നും റിസോർട്ട് ജീവനക്കാർക്കും ഹോട്ടൽ ജീവനക്കാർക്കും ഒക്കെ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും വലിയ തരത്തിൽ നഗരം ഒരുങ്ങുകയാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ. ചേട്ടാ, എങ്ങനെയുണ്ടോ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ സൂപ്പർ തന്നെ. പിന്നെ ഇന്നിവിടെ ന്യൂ ഇയർ ആയതിൻ്റെ പേരിൽ നല്ല തിരക്കായിരിക്കും. വിദേശികൾ എത്തുന്നുണ്ടോ? എങ്ങനെയാണ്? വിദേശികളൊക്കെ വരുന്നുണ്ട്, പക്ഷേ എങ്കിലും വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ എത്ര മണി തൊട്ടാണ് ഇവിടെ പേര്? നിങ്ങളോട് അങ്ങനെ സമയം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സമയമൊന്നുമില്ല. രാവിലെ മുതലേ ആൾക്കാരുടെ തിരക്കുകളുണ്ട്. ഒരു ഉച്ചയൊക്കെ ഒരു 2-3 മണിയൊക്കെ ആയതിനു ശേഷം നല്ല ആളിറങ്ങും. വൈകിട്ട് എത്ര മണിക്കാണ്? എന്തായാലും 12 മണി വരെയാണ് പോലീസിന്റെ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ 12 മണി വരെയാണ്. ഈ 12 മണി കഴിഞ്ഞ് എല്ലാവരും പോയിക്കോളണം. അല്ല, വൈകിട്ട് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? 8 മണിക്കാണോ 9 മണിക്കാണോ? ഇവിടെ ഈ ഒരു 6 മണി മുതലേ നല്ല തിരക്കായിരിക്കും. 6 മണി മുതൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും 6 മണി മുതൽ ഇത്തരത്തിൽ ഇവിടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘാടകർ നമ്മളോട് വ്യക്തമാക്കുന്ന. 12 മണി വരെയുള്ള സമയമാണ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടെ പോലീസ് നൽകിയിരിക്കുന്ന അനുമതി. അതിനുശേഷം ആരെയും ഈ ബീച്ചിൽ തങ്ങാൻ അനുവദിക്കത്തില്ല. സമാനമായ രീതിയിൽ കോവളത്ത് മാത്രമല്ല, ശംഖുമുഖം അടക്കമുള്ള മറ്റ് ബീച്ചുകളിലും വലിയ തരത്തിൽ സന്ദർശകരുടെ പ്രവാഹം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ മേഖലകളിലൊക്കെ സുരക്ഷാ പരിശോധനകൾക്ക് മറ്റുമായി വിന്യസിച്ചിട്ടുണ്ട്. ഈ എല്ലാ മേഖലകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കാൻ, അവിടെ ഇരുന്ന് കൃത്യമായി ഓരോ സ്ഥലങ്ങളിലെത്തുന്ന ആളുകളെയും കർശനമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും പോലീസ് സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു.
ഏതായാലും വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ്, അല്ലെങ്കിൽ വിപുലമായ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് നഗരത്തിലെ എല്ലാ ഭാഗങ്ങളിലും 2024 വരവേൽക്കാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. എൽദോ. ശരി, ഡാൻ തുടരണം. അവിടെ കോവളത്ത് നിന്ന് എനിക്ക് വീണ്ടും ഡാനിലേക്ക് വരണം. ഞാൻ അതിനു മുമ്പ് കൊച്ചിയിലേക്ക് വീണ്ടും പോവുകയാണ്. കൊച്ചിയിൽ നവമി തുടരുന്നുണ്ട്. നവമി, ഈ കുസാറ്റ് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ക്രമാതീതമായിട്ടുള്ള തിരക്കിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ന്യൂ ഇയർ ആണ്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 2 ലക്ഷത്തിലേറെ പേർ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലെത്തി എന്നൊക്കെയാണ് കണക്കുകൾ. അത് ഭാഗ്യം കൊണ്ട് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തൊക്കെയാണ് സുരക്ഷ അത് പ്രകാരം ചെയ്തിരിക്കുന്നത്? പുതിയ പ്രതീക്ഷകളും വിശേഷങ്ങളുമായി പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ദിവസത്തിൽ ഈ ഫോർട്ട് കൊച്ചിക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് ഈ പരേഡ് ഗ്രൗണ്ടിലാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാപ്പാഞ്ഞിയാണ് രാത്രി 12 മണിയോടുകൂടി കത്തിക്കുന്നത്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി ഈ വർഷത്തെ തിന്മകളെല്ലാം മാറി പുതിയൊരു നന്മയുള്ളൊരു വർഷത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാപ്പാഞ്ഞിയാണ് നമ്മൾ കാണുന്നത്. അതേ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു പാപ്പാഞ്ഞിയാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അവസാന മിനുക്ക് പണിയിലാണ്, ഇതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡുകളെല്ലാം പോലീസ് സജ്ജീകരിച്ചു കഴിഞ്ഞു. ഈ ഗ്രൗണ്ടിന് പുറത്ത്, അതായത് ഈ ബാരിക്കേഡിന് പുറത്ത് മാത്രമായിരിക്കും ആളുകളെ നിർത്തുകയുള്ളൂ. കാരണം അത്രയേറെ തിരക്ക് അനുഭവപ്പെടാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ പഴുതടച്ചൊരു സുരക്ഷ തന്നെയാണ് ഇപ്രാവശ്യം പോലീസും ഈ നഗരസഭയും ഒരുക്കിയിരിക്കുന്നത്. 1000-ലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 മണിക്ക് ശേഷം ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഈ പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള ആളുകളെ ഒന്നും കയറ്റില്ല, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിവരെയാണ് KSRTCക്കും പ്രൈവറ്റ് ബസ്സിനും സർവീസ് ഉള്ളത്. അതിനുശേഷം ബസ് സർവീസും നിർത്തലാക്കുകയും ചെയ്യും. 7 മണിക്ക് ശേഷം ജങ്കാറും ഇങ്ങോട്ടേക്ക് ഉണ്ടാകില്ല. അതിനുശേഷം 12 മണി ഈ പരിപാടി കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങുന്നതിലും വളരെ വലിയൊരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ പാപ്പാഞ്ഞിയെ ഒരുക്കിയ അതിന്റെ ആളാണുള്ളത്. ചേട്ടാ, ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാപ്പാഞ്ഞിയാണ്, വളരെ കളർഫുൾ ആയിട്ടുള്ളത്. എന്താണ് ഇപ്രാവശ്യത്തെ തീം? ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സായിപ്പിന്റെ മുഖച്ചായാണ് നമ്മൾ ഇതിനകത്ത് പുള്ളി ഒരു 2 പെഗൊക്കെ അടിച്ച് ഇരിക്കണ രീതിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര പ്രശ്നം ഉണ്ടായില്ല. അത് ഈ പ്രാവശ്യം അതിന്റെ പോരായ്മ ഈ പ്രാവശ്യം തീർത്ത്. ഇതിനകത്ത് ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിൽ വൈക്കോലുകൾ നിറച്ചുകൊണ്ടിരിക്കണേണ്. അത് നിറച്ച് അതിന്റെ ഷേപ്പും കൂടി വരുത്താനുണ്ട്. ഒരു 3 മണിയാകുമ്പോഴത്തേന്റെ പരിപാടി തീർന്ന് രാത്രി 10 മണിക്ക് പടക്കം കയറ്റും. അപ്പോൾ അങ്ങനെയാണ് ഏകദേശം ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. 3 മണിയോടുകൂടി വൈക്കോലൊക്കെ കയറ്റിയ ശേഷം 10 മണിക്കാകുമ്പോൾ ഈ സ്ഫോടന വസ്തുക്കളെല്ലാം നിറച്ച ശേഷം 12 മണിക്കാണ് ഇവിടെ ഇത് കത്തിക്കുക. അതോടുകൂടി പഴയ തിന്മകളെല്ലാം മാറി നല്ലൊരു പുതിയൊരു വർഷം, പ്രതീക്ഷകളുടെ ഒരു വർഷം എത്തുമെന്നാണ് വിശ്വാസം. ശരി, നവമിയാണ് കൊച്ചിയിലെ വിശദാംശങ്ങൾ വീണ്ടും പങ്കുവച്ചത്. ഞാൻ ഒരിക്കൽ കൂടി ഡാനിലേക്ക് പോകുന്നു. ഡാൻ, ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളാണ് നവമി പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ ഈ ഇപ്പോൾ പാപ്പാഞ്ഞി കത്തിക്കുന്ന പോലെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വേറിട്ട ആഘോഷ രീതി എന്തെങ്കിലും ഉണ്ടോ? കോവളം ബീച്ചിൽ ഒരുപാട് വിദേശികൾ എത്തുന്ന സ്ഥലമാണല്ലോ. തീർച്ചയായിട്ടും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് എന്നാണ് നമുക്ക് ഈ ഇവിടുന്ന് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെക്കുന്ന കാര്യം. കാരണം ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടേക്ക് കൂടുതലായി ഇത്തവണ ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. പക്ഷേ ഏതാനും വിദേശികൾ ഇവിടെ ഹവ ബീച്ചിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ മാർട്ടിൻ, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നു. Is it your first time visit to Kerala? Second time. Second time. For first time for New Year or the same thing has? No, first time for the New Year. Yes. Yeah. Okay. How is the things here? Lovely. Yeah, we love it here. Lovely temperature, lovely sandy beaches, very friendly. The food is fantastic. Okay, you are getting adequate facilities here for celebrating New Year. Absolutely. Yeah. No, we're really looking forward to this evening. Okay, you're happy. Very happy. Yes, very happy. You will come to celebrate a New Year here, or you will go else? I think we'll come here this evening to celebrate the New Year. Yes. Okay. Thank you for joining with us. Not at all. Okay. അപ്പോൾ അത്തരത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് അടക്കമുള്ള വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും വിദേശികളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന്
കൃത്യമായി വിനോദസഞ്ചാര വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഈ തിരുവനന്തപുരത്ത് നടക്കും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ളവർ കോവളത്ത് പുതുവത്സരം ആഘോഷിക്കാൻ എത്തുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. സാധാരണയായി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പോലെ ഫോർട്ട് കൊച്ചിയിലുള്ള അത്തരത്തിലുള്ള ആഘോഷങ്ങളല്ല കോവളത്ത് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ DJ പാർട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ മ്യൂസിക് ബാൻഡുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഒത്തുചേരുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികളാകും കോവളത്തും ശംഖുമുഖത്തും അടക്കം നടക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതും. ഈ വലിയ പൊരിവെയിലാണ്, ആ വെയിലത്തും നൂറുകണക്കിന് ആളുകളാണ്. ഈ വളരെ വ്യക്തമാണ് ക്യാമറമാൻ അരുൺ എടുക്കുന്ന ദൃശ്യങ്ങളിൽ. ആ വശം മുതൽ ഹൗവ ബീച്ചിൽ നിറയെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായി തെരയിൽ ആഘോഷിക്കുകയാണ് ആളുകൾ, സന്ദർശകർ. അവരുടെ എണ്ണം ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3 മണിയാകുമ്പോഴേക്കും വലിയ തരത്തിലുള്ള കൂടുതൽ ആളുകളുടെ എണ്ണം ഇവിടേക്ക് ഈ കോവളം ബീച്ചിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് വിനോദസഞ്ചാര വകുപ്പിനും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കർശനമായ സുരക്ഷാ പരിശോധനകളുണ്ട്. 12 മണി വരെ മാത്രമേ ആഘോഷങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന കൃത്യമായ നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കോവളത്തും ശംഖുമുഖത്തും മാനവീയം വീതിയിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഹോട്ടലുകളിലും അടക്കം ഒരുക്കങ്ങൾ പുതുവത്സരത്തെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം DJ പാർട്ടികൾ അടക്കം നടത്തുന്നതിന് മുൻകൂട്ടി അനുമതി വേണമെന്ന കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു. സിറ്റി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളടക്കം വിവിധയിടങ്ങളിൽ നടക്കും എന്ന വിവരങ്ങളാണുള്ളത്. എന്തായാലും 1500-ലേറെ ഉദ്യോഗസ്ഥരെയാണ് സുഗമമായ രീതിയിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായി നഗരത്തിലുടനീളം ഇന്ന് വൈകുന്നേരം മുതൽ വിന്യസിക്കുക. എൽദോ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോവളത്ത് നിന്ന്, കോവളം ഹൗവ ബീച്ചിൽ നിന്നാണ് ഡാൻ വിവരങ്ങളുമായി ചേർന്നത്. ഇനി കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ. സ്റ്റുഡൻസ് എന്ന ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ പരിചയപ്പെട്ട 200ഓളം കോളേജ് വിദ്യാർത്ഥികളാണ് വോളണ്ടിയർമാരായി പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ന്യൂ ഇയർ എപ്പോഴും കളർഫുള്ളായിട്ട് അതിന്റെ എല്ലാ വിധത്തിലും ആഘോഷിക്കുന്നത് എപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു കൂട്ടം യുവാക്കളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇവരെല്ലാം കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ഒന്നിച്ചെത്തിയവരാണ് ഈ ഒരു ദിവസം, ഈ ഒരു ന്യൂ ഇയർ ആഘോഷത്തിനായി ഫോർട്ട് കൊച്ചിയിൽ ഒന്നിച്ചത്. എന്താണ് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ? കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ടു ക്ലോസ് ഫ്രണ്ട്സ്, അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ എന്താ, യൂത്തിനെ എല്ലാവർക്കും കൂടി പരിചയപ്പെടുത്തുക, ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ പുറമേയുള്ള സോഷ്യൽ വർക്ക്സിലൊക്കെ ആയിട്ട് എൻഗേജ് ആവുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നടത്തിയുള്ള സോഷ്യൽ വർക്ക് എന്തൊക്കെയായിരുന്നു? ഇതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ എവിടെയൊക്കെ പോകും. പിന്നെ സർവീസ്, സോഷ്യൽ സർവീസ് ഒട്ടും പറയാൻ താല്പര്യപ്പെടുന്നില്ല സോഷ്യൽ സർവീസ് ചെയ്ത കാര്യങ്ങൾ. എന്നാലും കൊള്ളാട്ടോ, നിങ്ങൾ കുറച്ചിവിടെ വന്ന് വലിയ വൈബാണ്. ഇവരുടെ പാട്ടും ന്യൂ ഇയർ ഒക്കെ ശരിക്കും ഇവിടെ വന്നാൽ ഇവരിലാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നിങ്ങളൊരു പാട്ട് കേട്ടാലോ? ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ചമ്മലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടിനെ കിടക്കണം മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ചമ്മലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടിനെ കിടക്കണം മീനാണേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ചമ്മലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ ചുട്ടില് നെയ്യുള്ള പിടക്കണ മീനാണേ. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ നിങ്ങളടുത്ത് നിന്നാ ശരിക്കും നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു ഫീല് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എത്ര ദിവസം ഇവിടെ എത്തിയിട്ട്? 3 ദിവസമായി. 3 ദിവസം. അപ്പൊ 3 ദിവസവും ഇവിടെ തന്നെയാണോ അതോ മറ്റു പല പരിപാടികളൊക്കെ ആയിട്ട്? ഇവിടെ ഇന്നലെ വേസ്റ്റ് വാട്ടർ സ്ഥാപിച്ചു, അതേപോലെ കൗണ്ടറുകൾ സെറ്റ് ചെയ്തു. അതായിരുന്നു ഇന്നലത്തെ പരിപാടികൾ. ഫസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി. ദെൻ വി മൂഡ് ഓൺ ടു കോളേജ് ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്തു, അത് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഞങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടാക്കി ഇൻസ്റ്റയിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് തോന്നി, കയറുന്ന കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. ദെൻ അതിൽ ഉണ്ടായി. അപ്പോൾ അത്യാവശ്യം ക്രൗഡ് പീപ്പിളായി. ദെൻ വി
മൂഡ് ഓൺ ടു നെക്സ്റ്റ് പ്ലാൻസ്. വി ദെൻ ലാസ്റ്റ് മന്ത് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാർ. ദെൻ അതിൽ മെയിൻ പറയാൻ എന്താ വെച്ചാൽ ഓൾ വെയർ സ്ട്രേഞ്ചേഴ്സ്. ദെൻ ബട്ട് വി വെയർ നോട്ട് സ്ട്രേഞ്ചേഴ്സ് കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മളൊരു ഫാമായിട്ടാണ് തിരിച്ചു വന്നത്. ദെൻ അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ ആയിരുന്നു കൊച്ചിൻ കാർണിവൽ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കും. എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? നോർമലി നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ന്യൂ ഇയർ ഒക്കെ അടിപൊളിയാവുക. അപ്പൊ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ അതേ വൈബിലുള്ള പിള്ളേരെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇപ്പൊ സമയം പോണതും അറിയില്ല, വർക്ക് ചെയ്യാനൊന്നും തോന്നണില്ല. കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും കോളേജിന്റെ വൈബ് സ്റ്റിൽ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവർക്കാണ് താങ്ക്സ് പറയേണ്ടത് ശരിക്കും. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു കൂട്ടായ്മ ഒരു സാമൂഹിക സേവനം കൂടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി പാടി അവസാനിപ്പിച്ചാലോ? ഒരു അടിപൊളി ഒരു നമ്മുടെ ഈ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ന്യൂ ഇയർ സോങ് വേണം. അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. പ്രേക്ഷകർ കൂടി എല്ലാവരും ഒന്നിച്ചൊരു ന്യൂ ഇയർ ആശംസകൾ നേർന്നോളൂ. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയാവുകയാണ്. അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ പുനഃസംഘടന പൂർത്തിയായെന്ന് പുറമെ വിലയിരുത്തിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഇടപെടേണ്ടി വരും. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗണേഷിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് വിമർശിച്ച ആന്റണി രാജു KSRTCയിൽ ശമ്പളം 1-ാം തീയതി നൽകാനും ഗണേഷിനെ വെല്ലുവിളിച്ചു. ആന്റണി രാജുവിന്റെ വിമർശനങ്ങൾക്ക് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഉണ്ടായേക്കും. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ച ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ, ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? അതുകൊണ്ട് ആ ഒരു അപക്വമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള വാക്പോര് മുന്നണിക്ക് തന്നെ തലവേദനയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് ഗണേഷ് കുമാർ ആന്റണി രാജുവിനെതിരെ പരോക്ഷമായ വിമർശനം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. അതിന് കൃത്യമായ മറുപടിയാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ആന്റണി രാജു വ്യക്തമാക്കിയത്. പക്വതയില്ലാത്ത സമീപനമാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗണേഷിൻ്റെ പിതാവിനോടൊപ്പം താൻ നിയമസഭയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗണേഷ് നടത്തിയ പ്രതികരണങ്ങൾക്ക് ആ തരത്തിൽ താൻ മറുപടി നൽകിയാൽ അത് തൻ്റെ പക്വതയില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെടും എന്നും ആന്റണി രാജു ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്തായാലും ഗണേഷ് കുമാർ നടത്തിയ വിമർശനങ്ങൾ കൃത്യമായി ആന്റണി രാജുവിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന വിലയിരുത്തലും ഉയരുകയാണ്. അതായത് നാഥനില്ല കളരിയായിരുന്നു KSRTC, ഇനി KSRTCയുടെ സ്ഥിതി അങ്ങനെയാവില്ല എന്ന തരത്തിൽ ഗണേഷ് നടത്തിയ പ്രസ്താവന ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന വിമർശനമാണ് ഉയരുന്നത്. എന്തായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ മന്ത്രിയാകണമെന്ന ആഗ്രഹം ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നു. എന്നാൽ അത് സാങ്കേതികമായ ചില കാരണങ്ങളെ തുടർന്ന് നടക്കാതെ പോയി. അതിലുള്ള അമർഷം കൂടി ആന്റണി രാജുവിനോട് ഗണേഷ് കുമാറിന് ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള വിലയിരുത്തലുകളും ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരോ ഒന്നും ഉന്നയിക്കാത്ത വിമർശനമാണ് ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആന്റണി രാജുവിനെതിരെ പുതുതായി ചുമതലയേറ്റ ഗണേഷ് കുമാർ നടത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ ആരും ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും പരസ്യമായ പ്രതികരണത്തിന് മുന്നണി നേതൃത്വം ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ വാക്പോരും
വിഴുപ്പടക്കലും പരസ്പരം ഇവർ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ നേതൃത്വത്തെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം പരസ്യമായ വിമർശനങ്ങൾ അത് ഇടതുപക്ഷം ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ വാക്പോരുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ ആർക്കൊപ്പമായിരിക്കും നേതൃത്വം നിൽക്കുക എന്നതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM-ന്റെ ലീഗ് പ്രേമത്തെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുസ്ലിം ലീഗ് LDF-ലേക്ക് വരുന്നുവെന്ന് ആവേശത്തോടെ പ്രചരിപ്പിക്കുന്നത് ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനേ ഉതകുവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPI-യും CPM-ഉം തത്വാധിഷ്ഠിതമായ ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാകണമെന്നാണ് ആഗ്രഹമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പ്രതികരിച്ചു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ തുറന്ന പറച്ചിലുകൾ. വായോ വായോ എന്ന് മുസ്ലിം ലീഗിനെ എപ്പോഴും വിളിക്കുന്നത് UDF-ൽ അവർക്കുള്ള പ്രസക്തി വർദ്ധിപ്പിക്കുമെന്ന് ബിനോയ് വിശ്വം പറയുന്നു. അവർ ഇങ്ങനെ വിളിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ കമ്മിറ്റി കൂടുകയും LDF-ലേക്ക് ഇല്ല എന്ന പ്രസ്താവന ഇറക്കുകയും ചെയ്യും. ഇത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ആലോചിക്കണമെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ ഇടയ്ക്കിടെ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുന്ന CPM നേതാക്കൾക്കുള്ള മറുപടി കൂടിയായി മാറുന്നു അത്. ലീഗ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലും ലീഗ് പിറ്റേന്ന് കൂടി പറഞ്ഞു ഞങ്ങൾ UDF വിട്ട് അങ്ങോട്ട് പോകില്ല എന്ന്. അപ്പോൾ UDF-നകത്ത് ലീഗിനെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചർച്ചയായിട്ട് മാറുന്നുണ്ട്. അത് ആവേശം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിൽ പോലും അതൊരു CPM നേതാക്കളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ടാക്റ്റിക്കലായിട്ടുള്ള ശരിയാണെന്ന് നോക്കുക. അത് അന്ന് കാഴ്ചതാണ്. ലീഗില്ലാതെ രക്ഷകളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു. ലീഗ് ഇപ്പോൾ വരുന്നു ഒരു മാതിരി സ്പെക്കുലേഷൻ ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോൾ ലീഗ് അവിടെ കൂടി പറയും ഞങ്ങൾ UDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ലത് കൊണ്ടുപോകേണ്ടത്. CPM-ഉം CPI-യും ഒരു പാർട്ടിയായി തീരണമെന്ന ആഗ്രഹം തനിക്ക് വ്യക്തിപരമായി ഉണ്ട് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. തത്വാധിഷ്ഠിതമായ ആശയഗതിയുടെ അടിസ്ഥാനത്തിലാകണം പാർട്ടികൾ ഒന്നായി മാറേണ്ടത്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യം എന്താ? ഞങ്ങൾ പറയും CPM ബന്ധമാണത്. ഞങ്ങൾ ഒരേ പൈതൃകത്തിൻ്റെ പിൻഗാമികളാണ്. ഒരേ ആശയത്തിൻ്റെ ഭടന്മാരാണ് ഞങ്ങൾ. ഒരേ ശരിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണ് എന്ന് CPI-യോട് ചോദ്യം ചോദിച്ചാൽ ഏതുറക്കത്തിലും എഴുതിയിട്ട് CPI പറയും CPM ആണെന്ന് പറയും. അതാണ് CPM ബന്ധം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പോയ ക്രൈസ്തവർ എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ നിന്നുള്ള വൈദികർ പങ്കെടുക്കാതിരുന്നതെന്ന് ചോദിക്കാതെ പോയത് എന്ന കാര്യം ബിനോയ് വിശ്വം ചോദിക്കുന്നു. മാത്രവുമല്ല BJP-യുടെ കെണിയിൽ കേരളത്തിലെ ക്രൈസ്തവർ വീഴില്ലെന്നും അദ്ദേഹം പറയുന്നു. വഴിതെറ്റിപ്പോയ സഖാക്കളാണ് മാവോയിസ്റ്റുകൾ. എന്നാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിപ്പില്ല. CPI-ക്ക് മാത്രമല്ല CPM-നും അക്കാര്യത്തിൽ യോജിപ്പില്ലെന്ന് ബിനോയ് വിശ്വം പറയുന്നു. സാമൂഹ്യ മട്ടത്തെപ്പറ്റിയുള്ള വിപ്ലവത്തെപ്പറ്റിയുള്ള മാവോയിസ്റ്റ് സങ്കല്പങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഇന്നത്തെ സത്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്നാണ് CPI-യുടെ അഭിപ്രായം. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് മാവോയിസവുമായിട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ വിയോജിപ്പിൻ്റെ പേരിൽ ഒരാശയത്തെ കായികമായി വെടിവെച്ച് കൊല്ലുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിക്കുന്നില്ല. എല്ലാ കാലവും LDF-നുള്ളിൽ CPM-നെ എതിർക്കുന്ന പാർട്ടിയല്ല CPI. എന്നാൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ പറയും. പൊതുജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ആ നിലയിൽ പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നു. വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടും. 2 ആഴ്ച നീളുന്ന വിദഗ്ധ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ടാണ് സുധാകരൻ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. സുധാകരന്റെ അഭാവത്തിൽ പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. നേതൃത്വം കൂട്ടായി നയിക്കാനാണ് KPCC യോഗത്തിലെ തീരുമാനം. അതേസമയം KPCC അധ്യക്ഷൻ നയിക്കുന്ന കേരള പര്യടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ 4 മണ്ഡലങ്ങളിലെ പര്യടനം നാളെയും മറ്റന്നാളും നടക്കും. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തൃക്കാക്കര മണ്ഡലത്തിലും 5 മണിക്ക് പിറവം മണ്ഡലത്തിലും സദസ്സ് ഉണ്ടാകും. മറ്റന്നാളാണ് തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാട്ടിലും സദസ്സ് നടക്കുക. ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനത്തിന്റെ മറവിൽ സർക്കാർ ഫണ്ട് കൈപ്പറ്റുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗോപിനാഥ് മുതുകാട്. പുറത്തുനിന്ന് തന്നെ കല്ലെറിയുന്നവർ താൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കാണിക്കട്ടെ. ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഡിറ്റ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്കാണ് ഫണ്ട് പോകുന്നത്. ഇതാർക്കും പരിശോധിക്കാവുന്നതാണ്.
ഒരു കാലത്ത് സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നവർ പുറത്തിറങ്ങി സ്ഥാപനത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും ഗോപിനാഥ് മുതുകാട് പ്രതികരിച്ചു. ന്യൂസ് 18 Q18 ഗോപിനാഥ് മുതുകാടിന്റെ പ്രതികരണം. വിവാദം ഉയർന്ന ശേഷം ഇതാദ്യമായിട്ടാണ് മുതുകാട് വിശദീകരണം നടത്തുന്നത്. ആ ഒരു വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു പ്രൊഫഷണൽ പോലും വേണ്ട എന്ന് കരുതി ഇതിനകത്ത് നിൽക്കുക. ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അലിഗേഷൻസും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഭാഗമല്ലേ, അതെങ്ങനെ ഡീൽ ചെയ്യും? തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് പ്രവർത്തനത്തിനാണ് ഇല്ലാതിരിക്കുന്നത്. എനിക്ക് നമ്മൾ ചെയ്യുന്ന വഴിയും ഞാൻ നടക്കുന്ന വഴിയും കൃത്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നടക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അവിടെ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, എതിർപ്പുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളതാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കിതിനകത്ത് ഇല്ല. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ആണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പോകുന്ന വഴി നമുക്കിതിനകത്ത് ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ ട്രാൻസ്പെറൻ്റാണ്. ഇവിടുത്തെ ഒരു കാര്യം പോലും റെസിപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാം എവരിത്തിങ് ഈ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ ചാരിറ്റബിൾ സൊസൈറ്റി. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. എവരിത്തിങ് വളരെ ക്ലീനാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് വിമർശനങ്ങളില്ലാതെ എന്ത് കാര്യങ്ങളാണ് കേരളത്തിലുള്ളത്? സോ കേരളത്തിൽ നിന്നല്ല, ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം വിമർശനങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിനെ എടുക്കുന്നേ ഇല്ല, അതൊരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഇത്രയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിമർശിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്ത് കാണിക്കുക വേണ്ടത്, അല്ലേ? ചെയ്ത് കാണിച്ചിട്ട് വേണം പറയാനുള്ളൂ. വെറുതെ പുറത്തു നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഫണ്ട് കേന്ദ്രീകൃതമായി പോകുന്നു. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾ, അവരിലേക്കൊന്നും ഫണ്ട് എത്തുന്നില്ല. ഫണ്ട് ഇവിടേക്ക് മാത്രം എത്തുന്ന ഒരു കേന്ദ്രീകൃത പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ കാണുന്നു? ഇവിടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുഴുവൻ കൃത്യമായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കും ആഗ്രഹമുണ്ട് കേരളത്തിലുള്ള എല്ലാ മേഖലകളിലേക്കും പടർന്ന് കയറി ഇതുപോലെ ചെയ്യണം. ഞാൻ ചോദിച്ചു തന്നത്, ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാടുണ്ട്, പക്ഷേ സ്വയം ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരോധിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ്. അങ്ങനെ പറയുന്നവർ ഒരിക്കലും ഞാൻ അതിന് സ്വയം അംബാസഡറാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എനിക്കറിഞ്ഞുകൂടാ, ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ഇതിൻ്റെ സ്വയം അംബാസഡർ. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും പറയുന്നത് പോലെ ആവില്ല ഞാനൊരു പക്ഷേ പറയുന്നത്. അത് ഒരു പക്ഷേ പെട്ടെന്ന് തോന്നിയേക്കാം ഇതൊക്കെയാണോ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ചെറിയ ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളതാണോ നമ്മൾ അത് കാസർഗോഡ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാവും, അല്ലേ? ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവർ ഓരോ സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ മാറണം എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ മക്കൾക്കും യൂണിഫോം ഉണ്ട്. ഓക്കെ, എന്തിനാ യൂണിഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ പറയും നമ്മൾ? എന്തിനാണ് യൂണിഫോം? ശരിക്കും യൂണിഫോം ഒന്നും അല്ലല്ലോ പറയേണ്ടത്. അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ കാര്യങ്ങളുള്ളൂ. പക്ഷേ അവരെ നമ്മൾ എന്താ പറയുക, മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, നല്ല വില കൂടിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പൊട്ടിപ്പോകും. എങ്കിൽ പോലും ആ ഇൻസ്ട്രുമെൻറ്റ്സ് വീണ്ടും വീണ്ടും വാങ്ങി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും ഇവിടെയുള്ള കുട്ടികൾ പലരും ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രീറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതൽ വെല്ലുവിളി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് ഈ മുന്നിൽ നിർത്തുന്നത്. ആ ധാരണയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ധാരാളമുണ്ട്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. എല്ലാ മേഖലയിലും ഒരുവിധം മേഖലയിലുള്ള ഡിസബിലിറ്റിയിലുള്ള ഒരുവിധം മേഖലയിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ വളരെയധികം കിടപ്പ് രോഗികൾ ഇവിടെ ഇല്ല. ഓക്കെ, എന്തുകൊണ്ട് ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടീച്ചേഴ്സിനെ സല്യൂട്ട് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇവരെ നിരന്തരം ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലേക്ക് ആക്കിയതിൻ്റെ പേരിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിട്ടുള്ളത്. അവർ പാട്ട് പാടുന്നതും അവർ നൃത്തം ചെയ്യുന്നതും ഒക്കെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിലാണ്.
രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നാണ്. ഓക്കെ, ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു സ്ഥാപനം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ലേബലുള്ളത്. ഇതിൻ്റെ ബൈലോയിൽ പോലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, അതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം. അല്ല, ആ വിഷയത്തിലൊന്നും അങ്ങനെ പരസ്യമായിട്ട് അധികം പ്രതികരിച്ച് കണ്ടു. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിലൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ പറയേണ്ടത്. സോ യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇവിടെയുള്ള അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. അങ്ങനെ പുറത്തിറങ്ങിയതെന്ന് പറയുമ്പോൾ അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ പുറത്തു നിന്നല്ലല്ലോ പറയേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം. അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ്? അല്ല, അത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ, അവരുടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അവിടെ പെർമിഷൻ, അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ്. ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി. അവരങ്ങോട്ട് പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. ഇപ്പോൾ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ മോനെ ഇവിടെയല്ല, നമ്മുടെ സ്ഥാപനത്തിലല്ല, അവർ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് അവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി. അപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നതോടുകൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനതിനെ പറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കളയാറുമില്ല. അതേസമയം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പരാതിക്കാർ ആവർത്തിച്ചു. ഓഡിറ്റ് ഇല്ല എന്നൊരു ആരോപണമേ നമുക്കില്ലായിരുന്നു. ഫോറിൻ കറൻസി വാങ്ങിക്കുന്ന ആളാണ്. ഓഡിറ്റ് ഇല്ല എന്ന് കരുതാൻ മാത്രം മണ്ടന്മാരാണ് ഈ നാട്ടിലുള്ള മനുഷ്യര്. ഇയാള് ആളുകളുടെ കരുണയും എമ്പതിയും ഒക്കെ മുതലെടുത്ത് ഇങ്ങനെ വളരെ എന്താ പറയാ, അതിലെ ഏറ്റവും പ്രശ്നം കുറഞ്ഞ ഒരു വിഭാഗത്തെ കണ്ടെത്തി അയാൾ ഒരു സ്ഥാപനം നടത്തുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല. അയാൾക്കിപ്പോ ഒന്നിനെയും സമഗ്രമായിട്ട് എല്ലാവർക്കും അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇയാൾ പൊതുബോധം ഉണ്ടാക്കുന്നത് പൊതുബോധ ധാരണകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ അയാള് അതായത് ഈ ആടുകയും പാടുകയും ചെയ്യുന്നതാണ് പ്രശ്നം. എന്നിട്ട് ഈ മറ്റുള്ളവരുടെ എമ്പതിയിലേക്ക് അയാൾ ഇട്ട് കൊടുക്കുന്ന കഥകളും ഒക്കെ വഴി സമൂഹത്തിന്റെ കരുണ, അതായത് ഒറ്റ വഴിയിലേക്ക് അങ്ങ് മാറുകയാണ്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ട, ഇപ്പൊ അത് സ്വകാര്യ സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും ആരുടെ പണമായാലും ഈ മേഖലയ്ക്ക് മൊത്തത്തിലുള്ള കരുണയാണ്. ശ്രീ ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നുവെന്ന് പറയുന്ന സംഗതികൾ എനിക്ക് അദ്ദേഹത്തിന്റെ നേരിട്ട് പോയി കണ്ട അനുഭവമില്ല, പരിചയമില്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്തും ചെയ്യട്ടെ. അദ്ദേഹം ഒരു ഡേ കെയർ നടത്തുന്നുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം നടത്തുന്ന കലാപ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തട്ടെ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഞാൻ കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തരം ആളുകൾക്ക് പണം കൊടുത്തേക്കാം. അത് എന്റെ സ്വാതന്ത്ര്യവും എന്റെ ഇഷ്ടവുമാണ്. പക്ഷെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ സോഷ്യൽ സെക്യൂരിറ്റി മിഷനോ ഇത്തരം സംരംഭങ്ങൾക്ക് 1 രൂപ കൊടുക്കുമ്പോൾ അത് എന്റെയും കൂടി നികുതി പണമാണ്. ആ നികുതി പണം എടുത്ത് ചെലവാക്കുമ്പോൾ ഇവിടെ 800 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തൊരു സർക്കാരാണ്. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പണം ചെലവഴിക്കുമ്പോൾ പ്രീതയെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഇപ്പൊ എനിക്ക് സർക്കാരിലുള്ള പിടിപാട് വെച്ചോ സർക്കാരിലെ മന്ത്രിമാരെ ചിരിച്ചു കാണിക്കാൻ കഴിയുമെങ്കിലോ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടും പുതുമയുള്ള കാര്യമല്ല. ചീഫ് സെക്രട്ടറിയെയും സെക്രട്ടറിമാരെയും രാത്രിയും പകലും സൗഹൃദം സ്ഥാപിച്ച് വിളിക്കാൻ കഴിയുന്ന ആർക്കും കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ നല്ല കാര്യം അല്ലെന്ന് പറയുന്നില്ല, നല്ല കാര്യമാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ സർക്കാരിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ അത് IAS-കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല, അത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല, അത് പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവാക്കുമ്പോൾ കൃത്യമായും സുതാര്യമായും ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നായിരിക്കണം. ഒരു ഇടവേളയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്ക് malayalam.news18.com സന്ദർശിക്കുക. Thompson
എറണാകുളം പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കക്കാട് നെടിയാനിക്കുഴി തറമറ്റത്ത് വീട്ടിൽ ബേബി, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. 2 പെൺമക്കൾക്കും വെട്ടേറ്റു. ഇവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഭാര്യയോടുള്ള സംശയവും കുടുംബ വഴക്കുമാണ് ഈ സംഭവത്തിന് കാരണമായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ബേബി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. സമിതിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മക്കൾക്ക് മുറിവേറ്റതെന്നാണ് പോലീസിന്റെ നിഗമനം. 18ഉം 21 വയസ്സുള്ളവരാണ് മക്കൾ. ഇവരുടെ നില ഗുരുതരമല്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം സ്വദേശി ചെറിയാനാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ബംഗളൂരുവിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മോഷണ ശ്രമത്തിനിടയിലെ കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ഇന്നലെ രാത്രിയിലാണ് പത്തനംതിട്ട മൈലപ്ര സ്വദേശി ജോർജിനെ സ്വന്തം കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വായിൽ തുണി തിരുകി കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തുനെരിച്ച് കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൈലിമുണ്ടും ഷർട്ടും ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മോഷണ ശ്രമമാണ് കൊലപാതകത്തിന് കാരണം. വ്യാപാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന 9 പവൻ സ്വർണമാലയും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടയിലെ CCTVയുടെ DVRും പ്രതികൾ കൊണ്ടുപോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിലുള്ള 2 ഡിവൈഎസ്പിമാരാണ് കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 പത്തനംതിട്ട. സ്വവർഗ അനുരാഗികൾ വൃത്തികെട്ടവരെന്ന് SYS സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. സ്വവർഗ സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറയും. ഇവർ ഇതെല്ലാം കണ്ട് മറ്റു മതസ്ഥരുടെ കൂടെ പോയാൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. പെൺകുട്ടികളിൽ മതബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വാർത്തയുടെ അനീഷ്, ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണ്? എവിടെ വെച്ചായിരുന്നു ഈ ഒരു പരാമർശം? എൽദോ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടക്കുകയാണ്. ഈ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ മദ്രസ പഠനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നു. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിച്ചാൽ വലിയ അന്തരമുണ്ട്. ഒപ്പം ഈ ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഈ മദ്രസകളുമായി ബന്ധപ്പെട്ട് കുറവാണ്. അതുകൊണ്ട് പഠനം കാര്യമായി പെൺകുട്ടികളിൽ മുസ്ലിം സമുദായത്തിൽ നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LGBT അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറഞ്ഞു വരുന്ന പ്രവണതയുണ്ട്. ഇതെല്ലാം കണ്ട് ഇവർ മറ്റ് മതസ്ഥരുടെ കൂടെ പോയാൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെൺകുട്ടികളിൽ മതബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുകയാണ് വേണ്ടത്. മതപഠനവുമായി ബന്ധപ്പെട്ട ഉപരിപഠന സാധ്യതകൾ പെൺകുട്ടികൾക്കായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനീഷ്, ഒരു നിമിഷം, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. SI സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞത് സ്വവർഗ സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറയും, അവർ വൃത്തികെട്ടവരാണ് എന്നൊക്കെയാണ്. എന്തായാലും ആ ബൈറ്റ് കേട്ടുവരാം. നല്ല മതബോധമില്ലാത്ത ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവർ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് ഈ LGBT സംസ്കാരമൊക്കെ കേട്ടും പഠിച്ചും നാണം കുറഞ്ഞും സമൂഹത്തിൽ അവൾ വളർന്നു വരുമ്പോ അവൾ ഏതെങ്കിലും ഒരു അന്യമതസ്ഥന്റെ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി എങ്കിൽ, ഒരുപക്ഷെ പിതാവിന്റെ സാമ്പത്തിക നില കുറച്ച് കുറവാണെങ്കിൽ, അവളുടെ മൂത്തതും അതിലപ്പുറവുമുള്ള കുട്ടി വിവാഹ കമ്പോളത്തിൽ വരടിച്ചു നിൽക്കുന്നുവെങ്കിൽ എന്നെയും വിവാഹം കഴിച്ചേക്കാൻ എന്റെ പിതാവിന് കഴിയില്ല എന്നൊരു തോന്നലും കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ വന്നാൽ, ആരെങ്കിലും കൈമാടി വിളിച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ ബഹളം വെച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും മാത്രം കാര്യമില്ല. അതിനെതിരെ നമ്മൾ ഉറഞ്ഞു തുള്ളിയിട്ട് മാത്രം മതിയാവില്ല. ഈ കുട്ടി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു കാരണം സാമ്പത്തികമാണെങ്കിൽ, മൂലകാരണം കുട്ടിക്ക് മതബോധമില്ലായ്മയാണ്. ആ കുട്ടി വെറും 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ മദ്രസ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ബോധവൽക്കരണം താഴെ തട്ടിൽ കൊടുത്തിട്ട് ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ നിർബന്ധമായും ആ കുട്ടി 10ാം ക്ലാസ് വരെ എത്തുന്ന തരം അത് നമ്മൾ ഉറപ്പുവരുത്തണം. കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല. രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കൾ അതിന് സജ്ജരാക്കണം.
അനീഷ, ഈ LGBT കമ്മ്യൂണിറ്റിക്ക് ലോകമെമ്പാടും സ്വീകാര്യത വരുമ്പോൾ ഇത്തരമൊരു നിലപാട് അത് പരസ്യ പ്രഖ്യാപനമായി നടത്തുന്ന ഒരു സാഹചര്യം, അതിൽ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ടോ കമ്മ്യൂണിറ്റിയിൽ നിന്ന്? തീർച്ചയായും LGBT ലോകമാകമാനം അംഗീകരിച്ച് ഈ സ്വവർഗ വിവാഹത്തിനെ പോലും നിയമവിധേയമാക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നിരന്തരം ഈ സമസ്ത അടക്കമുള്ള സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റുള്ള മതസ്ഥരുടെ കൂടെയും മറ്റുമൊക്കെ പോകുന്നത് ഈ LGBT സംസ്കാരം കണ്ട് പഠിക്കുന്നത് ഒരു കാരണമായി മാറുന്നു. ഇത്തരം ഒരു സംസ്കാരത്തിലേക്ക് കുട്ടികൾ വഴുതി വീഴുന്നതിന് കാരണം മതപഠനത്തിലെ പോരായ്മയാണ്, അല്ലെങ്കിൽ കാര്യമായ മതബോധമില്ലാത്തതാണ് എന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി സംസ്ഥാന നേതാക്കളിൽ നിന്നും ഈ സംസ്ഥാനത്തെ നാഷണൽ സർവീസ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലും ഏക മതം അല്ലെങ്കിൽ മതമില്ലായ്മ എന്ന രീതിയിലുള്ള ഈ വ്യത്യസ്തമായ ആശയങ്ങൾ കടന്നു വരുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു. ഇന്നും ഈ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ പ്രസംഗത്തിലും NSS ക്യാമ്പുകളെ കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അവിടെ മതം ഒരു മതം എന്ന രീതിയിലല്ല, മറിച്ച് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന തരത്തിലേക്കുള്ള പഠനങ്ങൾ നടക്കുന്നു. പൊതു കാര്യങ്ങളിൽ ആളുകൾ ഇടപെടുന്നു, മോശമായ കാര്യങ്ങൾ പലതും ഈ ക്യാമ്പുകളിൽ നടക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അത്തരത്തിൽ പൊതുബോധത്തിലേക്ക് കുട്ടികൾ മാറുന്നത് തടയുക എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് അവർ ഇത്തരം യോഗങ്ങളിൽ നടക്കുന്നത്. മതത്തോട് കൂടെ ചേർന്ന് മാത്രം വളരണം, മതബോധത്തോടു കൂടി മാത്രം വേണം കുട്ടികൾ വളരാൻ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത്. പ്രത്യേകിച്ച് ഈ മദ്രസ പഠനത്തിന് എത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് ഉണ്ട് എന്ന് ഈ സംഘടനകൾ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ മതപഠനത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ മതപഠനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൂടിയാണ് ഇന്നത്തെ ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രത്യേക ജില്ലാ സമ്മേളനവും മറ്റുമൊക്കെ കോഴിക്കോട്ട് ചേരുന്നതും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്വവർഗാനുരാഗികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് SYS സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഈ പ്രഖ്യാപനം, ഈ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റു വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് 308 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. 2082 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് 841 പേർക്കാണ്. കർണാടകയിൽ 183 പേർക്കും മഹാരാഷ്ട്രയിൽ 172 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി അടച്ചിടും. രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെയാണ് അടച്ചിടുക. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂവെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യം വികസന കുതിപ്പിലാണെന്ന് പ്രധാനമന്ത്രി. 2024-ലും ഈ ഊർജ്ജം നിലനിർത്താനാകണമെന്നും മോദി പറഞ്ഞു. 2023-ലെ അവസാന മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി പുതുവത്സര ആശംസകളും നേർന്നു. കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. കൊച്ചുവേളി സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നും നേമം സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം സൗത്ത് എന്നും മാറും. ഇക്കാര്യം വ്യക്തമാക്കി ഗതാഗത സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അനുമതി നൽകി. പുതുവർഷ സമ്മാനമായി കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചേക്കും. വന്ദേ ഭാരതിന് കടന്നു പോകാൻ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിലെ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാൻ 53,12,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയാണ് ന്യൂട്രൽ സംവിധാനത്തിന്റെ പരിഷ്കാരം. സാധാരണ ട്രെയിനുകളുടെ എഞ്ചിൻ മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വന്ദേ ഭാരതിന്റെ 16 കോച്ചുകളും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്രൽ മേഖലയിലേക്ക് ട്രെയിൻ പ്രവേശിച്ചാൽ അത് നിൽക്കുന്ന അവസ്ഥ മറികടക്കാനാണ് പരിഷ്കാരം. നിലവിൽ തൊട്ടടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് ന്യൂട്രൽ മേഖല ചാർജ് ചെയ്താണ് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ന്യൂട്രൽ സംവിധാനം പരിഷ്കരിച്ചാൽ വന്ദേ ഭാരതിന് സുഗമമായി കടന്നുപോകാൻ കഴിയും. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലെത്തും. ഇതിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാവും സർവീസ് എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാളങ്ങളിലെ ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വന്ദേ ഭാരത് മാതൃകയിലുള്ള കൂടുതൽ ലക്ഷറി ട്രെയിനുകൾ ഇവിടെ എത്തും. ഒപ്പം തന്നെ വന്ദേ ഭാരതിൻ്റെ കൂടുതൽ സർവീസുകൾ പാലക്കാട് ഡിവിഷനിൽ ലഭിച്ചേക്കുമെന്നാണ് വിവരം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. എറണാകുളത്തെ ടൂറിസം വികസനത്തിന് പരിപൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയ്ക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി മറൈൻ ഡ്രൈവിൽ ന്യൂ ഇയർ ലൈറ്റ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മറൈൻ ഡ്രൈവിൽ ലൈറ്റ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ പാലങ്ങൾ ദീപാലങ്കാരമാക്കുന്ന പദ്ധതി ജില്ലയെ കൂടി ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശമാണ് എറണാകുളം. ഈ സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ ദീപാലങ്കൃതമായി നഗരത്തിൻ്റെ ചില ഭാഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ അത് എറണാകുളം പട്ടണത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി കൊച്ചി മറൈൻ ഡ്രൈവിലും പരിസരത്തുമാണ് ന്യൂ ഇയർ ലൈറ്റ് ഷോ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 5 വരെയാണ് പരിപാടി നീണ്ടുനിൽക്കുക. TJ വിനോദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000. പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്ക് malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി നിങ്ങൾ